വാർത്തയിലേക്കാണ്. പാരഡി പാട്ടിനെതിരെ പരാതി നൽകിയതിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയിൽ ബന്ധമില്ലെന്ന് ചെയർമാൻ കെ ഹരിദാസ് പറഞ്ഞിരിക്കുന്നു. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സമിതിയിൽ നിന്ന് വിട്ടുപോയ ആളാണ്. ശബരിമല കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതിയാണ് നൽകിയിരിക്കുന്നത്. പരാതി ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നും എം കെ ഹരിദാസ് പറഞ്ഞു. നിരവധി ആൾക്കാർ ജയിലിലാണ്. ഇനിയും പലരിലേക്കും അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ല. പക്ഷെ ചിലരുടെ ഉപജീവനമായിരിക്കും ഏതെങ്കിലും സിനിമാ പാട്ടിന്റെ രൂപത്തിൽ അയ്യപ്പന്റെ പാട്ട് എഴുതി ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അതിനൊന്നും ആഴുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗ കണ്ടു കൊണ്ടുപോയത്, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാക്ഷമാല കൊണ്ടുപോയത്, ഇതൊന്നും ഉറപ്പെടുത്തുന്നതല്ല. അതല്ല ഉറപ്പെടുത്തുന്നത്. അത് അങ്ങനെ കൊണ്ടുപോയവർക്കെതിരെ ചില പരിഹാസ രൂപേണ 26 വകുപ്പിട്ട് കേസെടുത്തിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു. പ്രീവിയസ് അല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് പ്രൊസീജിയർ അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജിയർ കൂടെ നോൺ ബെയിലോ ശബരിമലയിൽ നടന്ന തീവെട്ടിക്കൊള്ള വിവരങ്ങളുമായി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും പോറ്റിയെ കയറ്റി എന്നൊരു പാരഡി പാട്ടിനെതിരെ പരാതി നൽകിയത് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഇപ്പോഴത്തെ ചെയർമാൻ കെ ഹരിദാസ് പറയുന്നത്. ഈ തിരുവാഭരണ സംരക്ഷണ സമിതിയിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയത് എന്നതുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ പ്രസാദേ? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് ഈ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിന് വെളിയിലും അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ പാട്ട് ഏറ്റുപാടിയത്. അപ്പോൾ അത് ഏറ്റുപാടിയതിനു ശേഷം ഈ പാട്ട് വളരെയധികം സജീവമാകുകയും കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ അംഗങ്ങൾ വരെ ഈ പാട്ട് ഏറ്റുപാടിയതിനു ശേഷമാണ് ഇന്നലെ പൊടുന്നനെ പത്തനംതിട്ട റാന്നിയിലുള്ള തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പാട്ട് നിരോധിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് റാന്നിയിലേക്ക് ഇതിന്റെ യഥാർത്ഥ വസ്തുത അറിയാൻ വേണ്ടി അവിടുത്തെ SHOയ്ക്ക് ഇതിന്റെ തുടർ നടപടികൾക്കായി മുന്നോട്ട് പോകുന്ന വേളയിലാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് പത്തനംതിട്ട പ്രസ് ക്ലബിൽ സമ്മേളനം നടത്തി സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് പ്രസാദ് കുഴിക്കാല തങ്ങളുടെ സമിതിയിൽ നേരത്തെ അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അംഗമല്ലെന്നും തങ്ങളുടെ അറിവോടുകൂടിയല്ല ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം ഇത് ആരെ സംരക്ഷിക്കാനാണ് പ്രസാദ് കുഴിക്കാല ഇപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് തങ്ങൾക്കത് വ്യക്തമായിട്ടുണ്ട്. അതായത് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ശബരിമലയിൽ തീവെട്ടിക്കൊള്ള നടന്നു. ദ്വാരപാലവും കട്ടളപ്പാളി ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ സന്നിധാനത്തും ശബരിമല ഉണ്ടായി. നിരവധി പേർ ഇപ്പോൾ ജയിലിലാണെന്നും ഇതിനെതിരെ ഒരു വിരൽ പോലും അനക്കാതെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തിരുവാഭരണ പാതയുടെ സംരക്ഷണ സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസാദ് കുഴിക്കാല ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിൽ തീർത്തും അവസരത്തിലാണെന്നാണ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സറ്റയർ എന്ന നിലയിൽ എല്ലാവർക്കും എല്ലാ പാട്ടിനെയും ആക്ഷേപഹാസ്യ രൂപേണ നമുക്കതിനെ അവർ കല എന്ന രീതിയിൽ മാത്രമേ കൂട്ടിക്കാണാവൂ എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രസാദ് കുഴിക്കാലയ്ക്ക് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായി ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്നും മുൻകാലങ്ങളിൽ തങ്ങളുടെ ഒരു പ്രവർത്തകനാണെന്നും ഇതിന് രജിസ്ട്രേഷനോ അങ്ങനെയുള്ള ഒരു സംഘടന പോലല്ല. ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവാഭരണ പാത സംരക്ഷിക്കാൻ വേണ്ടി ഉടലെടുത്ത ഒരു കൂട്ടായ്മയുടെയാണ്. അതായത് പന്തളം കൊട്ടാരം, പേടവാക സംഘം, അങ്ങനെ നാട്ടുകാർ തുടങ്ങിയ ഒരു കൂട്ടം കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളതെന്നും ഈ കേസ് നിലനിൽക്കുന്നു എന്നില്ലെന്നുള്ള ഒരു ആക്ഷേപം കൂടി അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നതാണ്. പ്രസാദ്, വ്യക്തമാണ് പാരഡി പാട്ടിനെതിരെ പരാതി നൽകിയതിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയിൽ ബന്ധമില്ലെന്ന് നിലവിലെ ചെയർമാൻ കെ ഹരിദാസ് പറഞ്ഞിരിക്കുന്നു. പരാതി നൽകിയത് പ്രസാദ് കുഴിക്കാല സമിതിയിൽ നിന്ന് വിട്ടുപോയ ആളാണ് എന്തായാലും ഈ പരാതി നൽകിയിരിക്കുന്നത്. ശബരിമല കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതിയാണ് നൽകിയിരിക്കുന്നതെന്നും നിലവിലെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നു. പരാതി ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നും ചെയർമാൻ കെ ഹരിദാസ് പറഞ്ഞു. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദാണ്.